ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിയാൽ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് OTT റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ഏപ്രിൽ മാസം 24-ാം തീയതിയാണ്. അതായത് ഏപ്രിൽ മാസം 24, 25 തീയതികൾ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ ലാലേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. തിയേറ്ററിൽ ഒരു നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്തിട്ടില്ല. അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ ചിയ വിക്രം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് വീര ധീര സൂര്യൻ എന്ന് പറഞ്ഞ തമിഴ് സിനിമ. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത ഒരു ഇംഗ്ലീഷ് മൂവിയാണ് എ ഡോഗ്സ് വേ ഹോം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ഹൊറർ സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ആഷ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കന്നഡ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് സി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ് യു എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. 5ാമത്തെ സീസണാണ്, ഫൈനൽ സീസണാണ്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡയറക്റ്റ് OTT റിലീസാണ്, ഒരു ഹിന്ദി മൂവിയാണ് ജുവൽ തീഫ് ദ ഹേസ്റ്റ് ബിഗിൻസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണ്. സെയ്ഫ് അലി ഖാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഡയറക്റ്റ് OTT റിലീസാണ്. ഹിന്ദി ഭാഷയിൽ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെയോടുകൂടി ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷ കൂടാതെ മറ്റു ഭാഷകളിൽ അവൈലബിൾ ആകാനാണ് ചാൻസ് ഉള്ളത്. മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് നിറം മാറും ഉലകിൽ എന്നാണ് സിനിമയുടെ പേരാണ്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഏപ്രിൽ മാസം 25-ാം തീയതി ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു റൊമാൻറ്റിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് തരുണം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടെൻറ്റുകോട്ട OTT പ്ലാറ്റ്ഫോം വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഹാവോക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെയോടുകൂടി റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ് കള്ളം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മനോരമ മാക്സ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തതും ഒരു മലയാള സിനിമ തന്നെയാണ് കുമ്മാട്ടിക്കളി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മനോരമ മാക്സിലാണ് ഈ സിനിമയെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് ആഡ് സ്ക്വയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി തമിഴ് ഭാഷയിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത പ്രിയാമണി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ കോമഡി ത്രില്ലർ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത സിനിമയാണ് ഭാമ കലാപം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ തമിഴ് ഭാഷയിൽ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഭരത് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ത്രില്ലർ മൂവിയാണ് മിറൽ എന്ന് പറഞ്ഞ സിനിമ. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ ഏപ്രിൽ മാസം 25-ാം തീയതി, അതായത് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഏപ്രിൽ മാസം 24, 25 തീയതികൾ റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമകളും സീരീസുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കും, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.